മോഹൻലാൽ നായകനായി എത്തിയ തുടരും സിനിമ വൻ ഹിറ്റായിരിക്കുകയാണ്. ഏറെ കാലത്തിനു ശേഷം ഒരു കാലത്തിലെ ഏറ്റവും മികച്ച താരജോഡികളായിരുന്ന ശോഭനയും മോഹൻലാലും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ടായിരുന്നു. പഴയകാല ഹിറ്റ് ചിത്രങ്ങളെ പോലെ മോഹൻലാലും ശോഭനയും വീണ്ടും താരജോഡികളായി സ്ക്രീനിൽ ഒന്നിക്കുന്നത് കാണാൻ കാത്തിരുന്നവരാണ് മലയാളി പ്രേക്ഷകരെല്ലാം. വലിയ വിജയമാണ് സിനിമ അതുകൊണ്ട് തന്നെ സ്വന്തമാക്കിയത്. കാലങ്ങൾക്കു ശേഷം തങ്ങളുടെ പഴയ മോഹൻലാലിനെ കാണാൻ കഴിഞ്ഞു എന്ന തരത്തിലുള്ള മികച്ച റിവ്യൂ ആയിരുന്നു ചിത്രത്തിന്റേതായി പുറത്തു വന്നത്. തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2018 വീഴ്ത്തിയ തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായി 89 കോടി രൂപയിലധികം നേടിയാണ് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുന്നത്. തുടരും ആഗോളതലത്തിൽ ഏകദേശം 170 കോടിയിലേറെ നേടിയിട്ടുണ്ട്. വലിയ പ്രചരണ കോലാഹലങ്ങൾ ഇല്ലാതെ എത്തിയ തുടരും കേരളത്തിൽ എക്കാലത്തെയും കൂടുതൽ കളക്ഷൻ നേടിയത് ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. തുടരും ഇൻഡസ്ട്രി ഹിറ്റായത് ആശീർവാദ് സിനിമാസും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടരും എന്ന പേരിൽ മോഹൻലാൽ ചിത്രം തമിഴിലും എത്തിയിരുന്നു. വളരെ കുറഞ്ഞ റിലീസ് മാത്രമായിട്ടും ചിത്രം ഒന്നാം ദിവസം 32 ലക്ഷവും നേടി, രണ്ടാം ദിനം 60 ലക്ഷവും നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. KR സുനിലിനൊപ്പം തരുണുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത്. ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിന്റേത്. ലളിത എന്ന വീട്ടമ്മയായി നായികയ കഥാപാത്രമായി ശോഭന എത്തിയിരിക്കുമ്പോൾ ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആശ കൃഷ്ണ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായുണ്ട്. തുടരുമിന് മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു തരുൺ മൂർത്തി. വിന്റേജ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചിരുന്നത് എന്ന് തരുൺ മൂർത്തി വെളിപ്പെടുത്തുന്നു. സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും. അതെന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത്. അവസാന ഷെഡ്യൂൾ ആയപ്പോൾ വിന്റേജ് എന്നൊരു സജഷൻസ് ഉണ്ടായി. എന്നാൽ മോഹൻലാൽ വിന്റേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും. വിന്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല സിനിമ. വിന്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായ തുടരും എന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേര് എന്ന് ചോദിച്ചു. അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നു എന്നും പറയുന്നു തരുൺ മൂർത്തി. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട്. തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായി എന്നാണ് മോഹൻലാൽ പറഞ്ഞതെന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തി. നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് റിലീസിന് മുന്നേ ശ്രദ്ധയാകർഷിച്ചിരുന്നു. മോഹൻലാലിന്റെ ഇത്തരം വമ്പൻ തിരിച്ചുവരവുകൾക്ക് വേണ്ടിയാണ് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഇനിയും അത്തരം ചിത്രങ്ങളുമായി തരുൺ മൂർത്തി രംഗത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമാ ലോകം.